Hi, hello dear friends, welcome back. This is Lakshmi Krishna and you're watching നാടൻ അടുക്കള. നാടൻ അടുക്കളയിൽ എന്നത്തെയും പോലെ തന്നെ തനി നാടനായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നല്ല ഒന്നാന്തരം മുട്ട റോസ്റ്റ്. നമുക്ക് പുട്ട്, ദോശ, അപ്പം എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ഗ്രേവിയോട് കൂടിയ ഒരു മുട്ട റോസ്റ്റ്. ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ ഇത് ഉണ്ടാക്കാൻ അറിയായിരിക്കും. അറിയാൻ പാടില്ലാത്തവർ കണ്ട് മനസ്സിലാക്കി ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനും കണ്ടു നോക്കൂ. അപ്പോൾ നമ്മുടെ ഈ മുട്ട റോസ്റ്റിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവും നമുക്ക് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 5 മുട്ട എടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മുട്ടയിലേക്ക് നമുക്ക് ഒന്ന് സ്ലിറ്റ് ഇട്ട് കൊടുക്കാം, ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇത് ഈ മെത്തേഡ് വന്നിട്ട് കംപ്ലീറ്റ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. പക്ഷേ ഞാനിങ്ങനെയാണ് തയ്യാറാക്കുക. അപ്പം നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ വരഞ്ഞു കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നെടുകനെയോ കുറുകനെയോ എങ്ങനെ വേണമെങ്കിലും ഒന്ന് വരച്ചു കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുക വഴി നമ്മുടെ മുട്ടയിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരും. അതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിലൊന്ന് വരച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ സ്ലിറ്റ് ഇട്ട് കൊടുക്കുമ്പോഴേക്കും ആ മുട്ടയ്ക്കുള്ളിലേക്ക് മസാലകളൊക്കെ പെട്ടെന്ന് പിടിച്ചോളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ 5 മുട്ട വെച്ചിട്ടുള്ള റോസ്റ്റ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ മുട്ട നമ്മൾ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ മുട്ടേനെ ഒന്ന് ഒരു മസാല ചേർത്തൊന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വളരെ കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂൺ മാത്രം, ടീസ്പൂൺ മതി കേട്ടോ, ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഈ എണ്ണ നമുക്ക് ചട്ടിയുടെ എല്ലാ ഭാഗങ്ങളിലും എത്തുന്ന പോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. കാരണം എണ്ണ കുറവാണല്ലോ, അപ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനിയിപ്പോൾ എണ്ണയിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. പാത്രത്തിൻ്റെ ചൂട് കണ്ടിട്ട് കയ്യിൽ തട്ടിയിട്ട് മഞ്ഞൾപ്പൊടി തെറിച്ച് പോയതാട്ടോ. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ചേർക്കുന്ന മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഒരല്പം ഉപ്പ്, വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതിയാവും. അതുകൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഓർക്കുക, ഈ സമയത്തിൽ തീ നല്ല ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കണം, ലോയിൽ. അല്ലെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് പോരാന്നുണ്ടെങ്കിൽ സ്റ്റവ് ഓഫ് ചെയ്തിട്ടിട്ട് ഈ പൊടികളും ഉപ്പും ഒക്കെ ചേർത്തതിന് ശേഷം തീ ഓൺ ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പൊടികൾ കരിഞ്ഞു പോകും. അങ്ങനെയാണെങ്കിൽ ആ മുട്ടേൻ്റെ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും. ഇപ്പം ഞാനൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ പൊടികൾ ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ പൊടികളുടെ എല്ലാം പച്ചമണം ഒന്ന് മാറിയ ഉടനെ തന്നെ അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലായിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതിയാവും. എനിക്ക് പക്ഷേ നമ്മുടെ ഗ്രേവിക്കുള്ളിൽ മുട്ട കിടക്കുമ്പോൾ അതിലിങ്ങനെ ഒരു കളർ പിടിച്ചിരിക്കുന്നത് കാണാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഈ രീതിയിലൊന്ന് മസാല ആദ്യം കോട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ ഗ്രേവിയിൽ മുട്ട ഇങ്ങനെ നല്ല വെള്ള കളറിൽ കിടക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ആയാലും മതി. ഇപ്പോൾ ഈ മസാലകളിലേക്കിട്ട് മുട്ടേനെ ഒന്ന് നമ്മൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ലൈറ്റായിട്ടൊന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ മുട്ട നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഒരുപാട് വേഗമൊന്നും വേണ്ട, അതിൻ്റെ ഔട്ടർ കയറിൻ്റെ കളറൊന്ന് മാറി ലൈറ്റായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നാൽ മാത്രം മതിയാവും. അപ്പം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഇങ്ങനെ വഴറ്റി കൊടുക്കുമ്പോഴേക്കും ഈ രീതിയിൽ തയ്യാറായി കിട്ടും. ഇനിയിപ്പോൾ ഇതേ പാനിലേക്ക് തന്നെ നമ്മുടെ കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ള എണ്ണയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു മുട്ട റോസ്റ്റാണല്ലോ, അപ്പോൾ നമ്മൾ വെള്ളമൊന്നും അധികം ചേർക്കില്ല. എണ്ണയിലാണ് ഉള്ളി മുഴുവൻ നമുക്ക് വഴറ്റിയെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാനൊരു 3 വലിയ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയുടെ അളവൊക്കെ ഞാനെപ്പോഴും പറയുന്ന പോലെ അവരവരുടെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം പട്ട എടുത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2 ഏലക്കായും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 3 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം കൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു മണം ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിൽ കടുക് താളിക്കില്ല കേട്ടോ. പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ടിട്ടാണ് താളിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു മീഡിയം സൈസിലുള്ള ഒരു 5 സവാള എടുത്തിട്ട് കനം കുറച്ച് നീളം കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതാണ് ചേർത്ത് കൊടുക്കുന്നത്. 5 മുട്ടയ്ക്ക് 5 സവാള എന്ന കണക്കിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഈ സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ടി വരാനായിട്ട് ഒരല്പം ഉപ്പൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം.
ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ സവാളയിൽ നിന്നുള്ള മോയ്സ്ചർ റിലീസ് ആവുകയും അത് പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാനൊരു 5 ഉള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേവി കുറച്ചുകൂടെ വേണമെങ്കിൽ ഒരു 2-3 ഓണിയൻ്റെ അളവ് കൂടെ കൂട്ടിയൊന്ന് എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള ഒരു ടൊമാറ്റോ എടുത്ത് ഇതുപോലെ നീളം കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അധികം ചേരുവകളൊന്നും ഇല്ലാതെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റാണിത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കറിയിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ കറിയുടെ എരിവിലേക്ക് ആവശ്യമുള്ള മുളക് പൊടിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ സ്പൂൺ, അതായത് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു. ഇത് നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. അതോടൊപ്പം തന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയുടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഒരല്പം കൂടുതലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇത്രയും ഉള്ളിനും ഈ 1 സ്പൂൺ മുളക് പൊടി മതിയാവും എന്നൊക്കെ തോന്നാം. പക്ഷേ ഇത് വഴണ്ട് വരുമ്പോൾ ഇത്തിരി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആദ്യമേ തന്നെ ഒരുപാട് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കരുത്. വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മുളക് എരിവിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അല്പം കുരുമുളക് പൊടിയോ മുളക് പൊടിയോ വേണമെങ്കിൽ നമുക്ക് അപ്പം ചേർത്ത് കൊടുക്കാം. ഇപ്പോഴേ തന്നെ നമ്മൾ മുളക് പൊടി ഒരുപാട് ചേർത്ത് കൊടുത്താൽ എരിവ് നന്നായിട്ട് കൂടും. അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് പാത്രം ഒന്ന് മൂടി വെച്ച് ഈ ഉള്ളീനെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിലോട്ടാക്കിയിട്ട് ഒന്ന് പാത്രം ഒരു 5 മിനിറ്റത്തേക്കൊന്ന് മൂടി വെച്ച് കൊടുക്കുമ്പോൾ ഉള്ളി ഒന്നും കൂടെ ഒന്ന് വഴണ്ട് വരും. ഇതേ കണ്ടില്ലേ, ഈ ഉള്ളിയിൽ നിന്നുള്ള മോയ്സ്ചർ തന്നെ റിലീസായിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വരും. ഇങ്ങനെ 1-2 പ്രാവശ്യം നമുക്ക് ഇടയ്ക്കൊന്ന് മൂടി വെച്ച് കൊടുക്കുകയും തുറന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം മാത്രമേ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വരത്തുള്ളൂ. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ഇതേ രീതിയിൽ തന്നെ വഴറ്റിയെടുക്കുക. അപ്പം മാത്രമേ നമ്മുടെ മുട്ട റോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ നോക്കി ഏതാണ്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചേർക്കുമ്പോൾ ധാരാളം ഉള്ളി ഉള്ളതുപോലെ നമുക്ക് തോന്നിയില്ലേ. ഇപ്പോൾ വഴറ്റി കഴിഞ്ഞപ്പോൾ കണ്ടല്ലോ ഇത്തിരി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഒരുപാട് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ ഭയങ്കര എരിയായി പോകും. അതുകൊണ്ടാണ് 1 ടീസ്പൂൺ മുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്തത്. ഇനി ഒരല്പ സമയം കൂടെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഏതാണ്ട് ഒരു 15 മിനിറ്റോളം എടുക്കും കേട്ടോ ഈ കറി റെഡിയായി വരാനായിട്ട്. ഇനിയും ഒരു 5 മിനിറ്റത്തേക്ക് നമുക്കിതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ചൂടുകൾ കട്ടിയുള്ള പാത്രത്തിൽ തന്നെ തയ്യാറാക്കൂ. അപ്പോൾ അടിക്കൊന്നും പിടിക്കില്ല കേട്ടോ. ഇതിപ്പോൾ ഏതാണ്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതേ നോക്കി ഒന്നും കൂടെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊരല്പ സമയത്തേക്ക് മൂടി വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് നല്ല ക്രീമി ടെക്സ്ചറിൽ വരും കേട്ടോ. അതുവരെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം. വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ഈ രീതിയിൽ എണ്ണയിൽ തന്നെ ഉള്ളിനെ നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോഴാണ് നമ്മുടെ മുട്ട റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഒരു അല്പസമയം കൂടെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. തീ ശ്രദ്ധിക്കുക, നന്നായിട്ട് കുറച്ച് വെച്ചോളൂ കേട്ടോ. ഏതാണ്ട് ഇപ്പം ഒരു 5 മിനിറ്റ് കൂടെ ആയിട്ടുണ്ട്. ഇതേ നോക്കി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയും നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ആ ഗ്രേവീൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടല്ലോ, ഈ രീതിയിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കാണ്ട് ഇടയ്ക്കൊന്ന് മൂടി വെച്ച് തുറന്നിളക്കി കൊടുത്ത് ഒരു 10-15 മിനിറ്റ് സമയം എടുത്തിട്ട് തന്നെ ഉള്ളീനെ വഴറ്റിയെടുക്കാൻ നോക്കുക. ഈ നോക്കി ഇപ്പോൾ നോക്കി നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഉള്ളിയോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത മസാലകളും നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്.
ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരല്പം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. നമ്മുടെ കറിക്ക് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ശരിക്കും നല്ലൊരു മുട്ട റോസ്റ്റിൻ്റെ മണം ഇപ്പോഴാണ് വരാൻ തുടങ്ങിയത്. ഗരം മസാല കൂടെ ചേർക്കുമ്പോഴാണ് ശരിക്കുള്ള മണം വരിക. വെളിച്ചെണ്ണയും ഗരം മസാലയുടെയൊക്കെ മണം കൊണ്ട് കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. മുട്ടയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ മുട്ടയിലേക്ക് മസാലകളൊക്കെ നന്നായിട്ട് പിടിച്ച് വരാനായിട്ട് നമുക്കൊരല്പം വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലൊരിക്കലും നമ്മൾ പച്ചവെള്ളം ചേർക്കാൻ പാടില്ല. നന്നായിട്ട് തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇത് റോസ്റ്റാണല്ലോ, അപ്പോൾ ഈ മസാലകൾ ഇതിലേക്കൊന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് മാത്രം ഒരു 1/4 ഗ്ലാസ് വെള്ളം മാത്രമേ ഞാൻ ഇവിടെ ചേർക്കണുള്ളൂ. ഗ്രേവിയുടെ തിക്നെസ്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് കുറച്ച് ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ നല്ല ചൂട് വെള്ളം ഒരല്പം കൂടുതൽ ചേർത്ത് കൊടുത്താലും മതിയാവും. ഞാനിവിടെ ഒരു റോസ്റ്റിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് അധികം ഗ്രേവിയുടെ ആവശ്യമില്ല. നല്ല പൊതിഞ്ഞിരിക്കുന്ന ചാറാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ വെള്ളം വളരെ കുറച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് നല്ല ചൂടുവെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ രീതിയിലൊരല്പം വെള്ളം ചേർത്ത് നമ്മൾ ഈ മസാലേനെ ഒന്ന് ലൂസാക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് മൂടി വയ്ക്കുമ്പോൾ ഈ മസാല ഒന്നും കൂടെ ഒന്ന് കുക്കാവുകയും മുട്ടയിലേക്കൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് വരികയും ചെയ്യും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരല്പം വെള്ളം അവസാന സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ 1/4 ഗ്ലാസ് വെള്ളം മുഴുവനായിട്ടും ചേർത്തിട്ടുണ്ട്. ഇനി ഒരല്പസമയത്തേക്ക് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ ഒന്നും കൂടി നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായി ഈ മസാലയൊക്കെ നമ്മൾ മുട്ടയിലേക്കൊന്ന് പിടിച്ച് നല്ല ടേസ്റ്റിൽ ഒരു ഗ്രേവി തയ്യാറാവും കേട്ടോ. അപ്പോൾ അതിനായിട്ട് തീ നന്നായിട്ടൊന്ന് കുറച്ചിട്ട് ഒരല്പസമയം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. തീ നോക്കി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ടേസ്റ്റിയിൽ നമ്മുടെ മുട്ട റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഒരു വലിയ പ്രോസസ്സ് പോലെയൊക്കെ നമുക്ക് തോന്നുമെങ്കിലും വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മുട്ട റോസ്റ്റാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മാത്രമേ വേണ്ടുള്ളൂ. ഇത് നോക്കി മുട്ടയിലേക്ക് നല്ല മസാലയൊക്കെ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന നല്ലൊരു മുട്ട റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ചപ്പാത്തി, ദോശ, ആപ്പം, ഇഡ്ഡലി, പുട്ട് അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിലുള്ള ഒരു മുട്ട റോസ്റ്റാണിത്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് പുതിനയില, മല്ലിയില, കറിവേപ്പിലൊക്കെ ചേർക്കാം കേട്ടോ. ഇപ്പം ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. ഈ രീതിയിൽ തന്നെ തയ്യാറാക്കിയാലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഞാനിപ്പോൾ ഇവിടെ നല്ല ചൂട് പുട്ടിനോടൊപ്പമാണ് നമ്മുടെ ഈ മുട്ട റോസ്റ്റ് സെർവ് ചെയ്യുന്നത്. ഇത് നോക്കി നല്ല കുറുകിയ ചാറോട് കൂടിയ നല്ല മസാലയിൽ പൊതിഞ്ഞിരിക്കുന്ന മുട്ടക്കറി ഇത് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിലൊരു നാടൻ മുട്ട റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കുന്നത് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങളും ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കി നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പീസുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് LK's നാടൻ അടുക്കള. അപ്പം നമ്മുടെ ടേസ്റ്റി മുട്ട റോസ്റ്റ് ഞാനിന്നിപ്പോൾ നമ്മുടെ നാടൻ പുട്ടിനോടൊപ്പമാണ് വിളമ്പണത്. നല്ല ടേസ്റ്റി പുട്ടും അതിനോടൊപ്പം തന്നെ മുട്ട റോസ്റ്റും ഇതേ രീതിയിൽ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കും. നിങ്ങൾക്ക് ഇഷ്ടമാവും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ശരിക്കും നല്ല നാടൻ ഒരു വിഭവം കഴിച്ചാലുണ്ടാകുന്ന സുഖമുണ്ടല്ലോ, അത് ഈ രീതിയിൽ നിന്ന് തയ്യാറാക്കി കഴിക്കുമ്പോൾ നിങ്ങൾക്കും അറിയാൻ പറ്റും കേട്ടോ. നാവിലൂടെ കപ്പലോടുന്ന ടേസ്റ്റിൽ മുട്ടക്കറിയും അതുപോലെ തന്നെ പുട്ടും.
താങ്ക് യു ഫോർ വാച്ചിങ്.